നമസ്കാരം. 1199 മീനം 31 ഏപ്രിൽ 13 ശനിയാഴ്ച രാത്രി 8:51 മകീരം 4-ാം പാദത്തിൽ സൂര്യ സംക്രമണത്താൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ അവസരമാണ്. ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടമാകും എന്ന് തന്നെ പറയാം. കാലദൃഷ്ടിയേറ്റ ഈ നക്ഷത്രക്കാർക്ക് അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാവുകയും നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ ധനപരമായി വളരെയധികം ഉയർച്ച നേടുന്ന ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി നാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇന്നേ ദിവസം ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് മനസ്സിലാക്കാം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭകരമായ സമയം. കഷ്ടകാലം ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞിരിക്കുന്നതായ സമയം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനും വിജയങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതായ സമയം. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ഗുണകരമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. കർമ്മരംഗത്ത് ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഏത് കാര്യം ചെയ്താലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാലം ഒഴിഞ്ഞ് നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ അറിയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള കഷ്ടതകൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ടും ചില പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ സൽചിന്തകളോടെ പ്രവർത്തിച്ചാൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ, കുടുംബസൗഖ്യം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. വീട്, വാഹനം, സന്താനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ അനുകൂലമായ സമയമായതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഇപ്പോൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഒഴിയുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതും നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ശുഭകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും ഏറ്റവും ശുഭകരമായ സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപകടങ്ങൾ പോലും സംഭവിച്ച് നിങ്ങൾക്ക് പല രീതിയിലുള്ള ആപത്തുകൾ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇപ്പോൾ അത്തരത്തിലുള്ള അപകട സാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവായ സമയം. കുടുംബസൗഖ്യം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ സമയം. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും. സമയം വളരെ അനുകൂലമാകുന്നു. മറ്റൊരു നക്ഷത്രം ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇവർക്ക് കഷ്ടതകളും നിറഞ്ഞ ഒരു സമയമായിരുന്നു. പല കാര്യങ്ങളും അനുകൂലമാകാത്ത സമയങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തികളിൽ പരാജയങ്ങൾ മാത്രം, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലമോ ഫലങ്ങളോ ലഭിക്കാത്തതായ അവസ്ഥ. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അപകടങ്ങൾ പോലും സംഭവിച്ച് ആപത്തുകൾ നേരിടേണ്ട ഇവർ അത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നിലേക്ക് വന്നവരാകുന്നു.
അതിനാൽ ആപത്ഘട്ടം ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ സമയമാണ്. തീർച്ചയായും ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരും. ഗുണകരമായ നേട്ടങ്ങളും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുക, ചെയ്യുന്ന ബിസിനസ്സിൽ ധനപരമായ ഉയർച്ച നേടുക, നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാവുക, വീടും സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ അനുകൂലമാവുക. അത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട സമയമായി മാറിയിരിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക, കാരണം അനുകൂലമായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ധനപരമായി പല രീതിയിലുള്ള നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. കാര്യ തടസ്സങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയം. കഷ്ടതകളും ദുരിതങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ നിറഞ്ഞിരുന്ന സമയങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. വരവും ചെലവും നിയന്ത്രിക്കുവാൻ അല്പം പ്രയാസപ്പെടും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. ഈ സമയം മനസ്സിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ കാര്യം ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോവുക. ഉത്തര നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഒരു സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങളും ബഹുമാനവും വർദ്ധിക്കുന്നതായ ഒരു സമയമാകുന്നു. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ടതാകുന്നു. പ്രവൃത്തി ഗുണം വന്നു ചേരുന്ന സമയം. ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും വസ്തു നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ. ഈ സമയം ഭർത്താവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതാകുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായി തന്നെ വന്ന് ഭവിക്കും. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണകരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ആഗ്രഹിച്ച കാര്യങ്ങൾ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. സൽകീർത്തി, ബഹുമാനം, അംഗീകാരം എന്നിവ വർദ്ധിക്കുന്നതായ സമയം. ജീവിതത്തിൽ പല കഷ്ടതകളും ദുരിതങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. കാര്യവിജയങ്ങൾ, അതേപോലെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കുക, വിലപിടിപ്പുള്ള കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുക, അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കും എന്ന കാര്യവും ഓർക്കുക. അപകടങ്ങളുമായി ബന്ധപ്പെട്ട് ആപത്തുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്തിരിക്കുന്ന സമയമാണ് ഇത്. അതിനാൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാകുന്നു. എന്നാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ധനപരമായ പ്രശ്നങ്ങളും പല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയും ഈ സമയം വാഹനാപകടങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് കർമ്മ പുരോഗതിയും ജീവിതത്തിൽ കാര്യലാഭവും വന്ന് ചേരുന്ന സമയമാണ്. ശത്രുദോഷങ്ങൾ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനക്ലേശങ്ങൾ അകലുക തന്നെ ചെയ്യും. വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നതായ സമയമാണ്. ബന്ധുസഹായം ലഭിക്കും. സ്നേഹം, അതായത് പങ്കാളികൾക്കിടയിലും അല്ലാതെയും സ്നേഹം വർദ്ധിക്കുന്നതായ സമയം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഗുണകരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം. തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ തീർച്ചയായും വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. നമസ്കാരം. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാണ്. അപകടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ കാര്യനേട്ടങ്ങൾ വന്നു ചേരുകയും ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുകയും
പ്രശസ്തി, ഉന്നത വിജയം എന്നിവ നേടിയെടുക്കുവാൻ സാധിക്കും. മാതൃഗുണം വർദ്ധിക്കുന്നതായ സമയം. സഹായം, ധനപരമായ നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം, ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തീർച്ചയായും നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. അനുകൂലമാണ് സമയം. തീർച്ചയായും ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കുക തന്നെ ചെയ്യും. ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്രമേൽ സൗഭാഗ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ നക്ഷത്രക്കാരാണ് ഇവർ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക.